السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ സമ്മേളനം മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഈ പ്രദേശത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്നും അഥവാ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ വ്യതിചലിപ്പിച്ച ബിദഈ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം നടന്ന പ്രത്യേക സാഹചര്യത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തിലെ വൈകല്യങ്ങളെ സൂചിപ്പിക്കുകയാണ് എൻ്റെ കടമ എന്നോർത്തുകൊണ്ട് ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കൃത്യസമയം പാലിച്ച് ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുകയാണ്. 1717 സയോണിസ്റ്റുകൾ രൂപീകരിച്ച മാസോണിസം എന്ന പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിലുണ്ടാക്കിയ അപകടകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചരിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ, പ്രത്യേകിച്ച് MI മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസോ മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. മാസോണിസത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് അതുണ്ടാക്കിയ അപകടകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നമ്മളല്ല പറയുന്നത്, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ന രീതിയിൽ പ്രവർത്തിച്ച ആളായിരുന്നുവെന്ന്. അദ്ദേഹമാണ് ഈ ചിന്ത കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും അത് പിന്തുടർന്ന ആളുകളെയും പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്താധാര നമ്മുടെ കേരളത്തിൽ എത്തിയത് എന്ന് ചരിത്ര പുസ്തകം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. അത് പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു. ഒന്നാമത്തെയാൾ മാസോണിസ്റ്റാണെന്ന് അവർ തന്നെ പറയുകയും രണ്ടാമത്തെ ആളെക്കുറിച്ച്, അഫ്ഗാനിയുടെ ശിഷ്യനായ ഈ വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈറൂത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, നമ്മളൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെത് കണ്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം യൂസഫ് നബഹാനി തങ്ങൾ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ റായത്തു സോറ എന്ന് പറയുന്ന ഒരു കൊച്ചു കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതിയിൽ അദ്ദേഹം മുഹമ്മദ് അബ്ദു എന്ന വ്യക്തിയെ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. അതിനെ എതിർക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്തുകൊണ്ട് ആരും രംഗത്ത് വന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നല്ലോ. അദ്ദേഹം അതിൽ പറഞ്ഞത്, പാരീസിലും ലണ്ടനിലും പര്യടനം നടത്തിയ പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധ മദീനയിൽ വരാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ്. അദ്ദേഹത്തെയാണ് ആദർശ പുരുഷനായി ഒരു വിഭാഗം കണ്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത അവർ എത്രമാത്രമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യമാകും. റായത്തു സുറയിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞ വാചകം തന്നെ എന്നാണ്. ഒരിക്കൽ പോലും പരിശുദ്ധ മദീനയിൽ വരാതെ, പരിശുദ്ധമായ മദീന സന്ദർശിക്കാതെ, മക്ക സന്ദർശിക്കാതെ പാരീസും ലണ്ടനും സന്ദർശിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. മതപരമായ പ്രവർത്തനത്തിന് മാതൃകയായി സ്വീകരിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് യൂസഫ് നബഹാനി തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് ആ ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണ് റഷീദ് റിള എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. സാമ്രാജ്യത്വ ശക്തികളെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യനാണ്. ഇവരൊക്കെ ആശയമെടുത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്നാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ ആ പ്രസ്ഥാനം അങ്ങനെ തന്നെ അറിയപ്പെടുന്നതും. 20-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വളരെയധികം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ചരിത്ര ചിത്രങ്ങൾ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയും. ബ്രിട്ടീഷ് കോൺസൽ ജനറലുമായി കൈകോർത്ത വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ 1926 മക്കയിൽ വേൾഡ് മുസ്ലിം കോൺഫറൻസ് ചേർന്നപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി സംബന്ധിച്ചിരുന്നു. ആ മൗലാന മുഹമ്മദ് അലി ബ്രിട്ടീഷുകാരെ ശക്തമായി എതിർക്കുമ്പോൾ ഇദ്ദേഹം ബ്രിട്ടനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തിക്കൊപ്പം നിന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മറുപടിയായി ഇവിടെ
നമ്മുടെ പത്രത്തിൽ പോലും അദ്ദേഹത്തിന് മറുപടി എഴുതിയ ചരിത്രം മലയാള പത്രങ്ങളിൽ പോലും വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ആശയം ഒരു സമൂഹത്തിൽ എത്തിച്ച വ്യക്തികളെ കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചാൽ, അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഈ സമൂഹത്തെ നയിച്ചത് നേരിലേക്കായിരുന്നുവെന്നും ഇത്തരം ബിദഈ സംഘടനകളെ കുറിച്ച് സമൂഹത്തിന് ബോധനം നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്നും കൃത്യമായൊരു ചിത്രം സമൂഹത്തിൽ ലഭ്യമാവുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു അപായം നാം മനസ്സിലാക്കേണ്ടത്, ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകളെയും മുശ്രിക്കുകളായി ചിത്രീകരിച്ചു എന്നതാണ്. മുശ്രിക്കുകളായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ അത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തുകയാണ്. കാഫിർ എന്ന് പറയുന്നതിനപ്പുറം മുശ്രിക് എന്ന് പറഞ്ഞുകൊണ്ട്, നിഷേധികൾ എന്ന് പറയുന്നതിന് പകരം ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ഇവർ സ്വീകരിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തെ നോക്കൂ നിങ്ങൾ. ആരെയും ആ തരത്തിൽ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാണിച്ചിട്ടില്ല. സമസ്ത വളരെ കൃത്യമായി പഠിച്ചും അതിന്റെ ആലിമീങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിച്ചും സമയാസമയത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന നയമാണ് പണ്ട് മുതലേ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ആദരവ് അംഗീകരിച്ചുകൊണ്ടാണ് ദീൻ വളർത്തേണ്ടത് എന്ന് പഠിച്ചവരാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞത്, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസ്വാലിൻ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഇൽമ പഠിപ്പിക്കേണ്ടത് 3 അടിത്തറയിലാണ്. ഒന്ന് ഹുബ്ബി നബിയ്യിക്കും, പരിശുദ്ധ പ്രവാചകരുടെ സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത്. അതുപോലെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയുമ്പോൾ ആ തർത്തീബ് നോക്കൂ നിങ്ങൾ. ആ തരത്തിൽ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, അഹ്ലു ബൈത്തിന്റെ കുടുംബത്തെയും പ്രവാചകരെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, പിന്നീട് ഖുർആൻ പഠിക്കണമെന്ന് പറയുമ്പോൾ, ആ കൃത്യത, ഇത് കൊണ്ടുവന്ന പരിശുദ്ധ പ്രവാചകരെ ആദ്യം അംഗീകരിച്ചെങ്കിലേ കൊണ്ടുവന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ വിശ്വാസം വരൂ, ബോധ്യം വരൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ സ്നേഹിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഹുബ്ബി നബിയ്യിക്കും എന്ന് പറയാൻ കാരണം. എന്നാൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം, പ്രവാചകരെ പോലും കേവലം ഒരു സാധാരണക്കാരനാക്കുകയാണ് ചെയ്തത്. ഒരു സാധാരണ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതാക്കി. എന്തിനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മറപ്പെട്ട് കിടക്കുന്ന റോള ഷരീഫിൽ തന്നെ സ്ഥാനം പിടിക്കാൻ ആഗ്രഹിച്ചത്? അവരെന്തിനാണ്? എവിടെ കിടന്നാലും മതിയല്ലോ, മരിച്ചുപോയാൽ പിന്നെ എന്തിനാ അവിടെ അവർ ആഗ്രഹിച്ചു, അത് തേടി. ഉമർ റളിയല്ലാഹു തആല സ്വന്തം മകൻ അബ്ദുള്ള എന്ന് പറയുന്ന പ്രിയപുത്രനോട്, ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് എനിക്കവിടെ ഇടം തരണമെന്ന് പറയാൻ, ഞാൻ അമീറുൽ മുഅ്മിനാണെന്ന് പറയണ്ട, ഉമർ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മകനെ പറഞ്ഞയച്ചുകൊണ്ട് പ്രത്യേകമായി സമ്മതം വാങ്ങിയത് എന്തിനാ? അവിടെ കിടക്കുമ്പോൾ അതിൽ ബറക്കത്തുണ്ട് എന്നതുകൊണ്ടാണ്, അതിലൊരു പ്രത്യേകതയുണ്ട് എന്നതുകൊണ്ടാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല തോൽപാത്രം മുറിച്ചെടുത്തത് സൂക്ഷിച്ചെന്തിനാ? മുത്തുനബി തങ്ങളുടെ ചുണ്ട് അവിടെ വെച്ചു എന്നതുകൊണ്ടാണ്. ഈ ആദരവിന്റെ ചരിത്രങ്ങളൊക്കെ സമൂഹത്തിലുള്ളപ്പോൾ പരിശുദ്ധ പ്രവാചകർക്ക് പ്രത്യേകതയില്ല, ബറക്കത്ത് എന്നൊരു സംഗതി ഇല്ലെന്ന് സമൂഹത്തോട് പറയുന്നു. അസ്മാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബ സൂക്ഷിച്ചു വെക്കുകയും കഴുകി അതിന്റെ വെള്ളം രോഗശമനത്തിന് വേണ്ടി ദാനം ചെയ്യുകയും ചെയ്തിരുന്നു, ആളുകൾക്ക് നൽകിയിരുന്നു എന്ന് ചരിത്രം കൃത്യമായി പറയുന്ന കാര്യമാണ്. എന്തിനധികം ബറക്കത്തിനെ കുറിച്ച്, മഹാന്മാരുടെ സാമീപ്യത്തെ കുറിച്ച്, മഹാന്മാരുടെ പേരുദ്ധരിച്ചാൽ പോലും കിട്ടുന്ന അനിതര സാധാരണമായ ഗൗരവത്തെ കുറിച്ച് പരിശുദ്ധ ഹദീസുകളിലില്ലേ? ഖദറത്ത് റിജുൽ റജുലിൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടെ സംഭവം താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഖദറത്ത് റിജുൽ റജുലിൻ ഇൻദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കാല് മരവിച്ചു പോയി. ആ കാല് മരവിച്ചപ്പോൾ ഫഖാല ലഹു ഇബ്നു അബ്ബാസിൻ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യന്റെ പേര് നീ പറയുക, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യന്റെ പേര് നീ പറഞ്ഞാൽ ഇതിന് സുഖമാകും. ഫഖാല, ആ വ്യക്തി പറഞ്ഞു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേര് പറഞ്ഞു. ഫദഹബ ഖദറുഹു, അദ്ദേഹത്തിന്റെ ആ വേദന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരവിപ്പ് ഉടനെ നീങ്ങി. ഇത് ഇസ്ലാമിക ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ അതിൽ ബറക്കത്തുണ്ട് എന്ന കാര്യം ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായി ബോധ്യപ്പെടുന്നതല്ലേ? ആ ബറക്കത്ത് തേടണമെന്നതുണ്ടെന്നും സമത്ത പറഞ്ഞാൽ അത് ശിർക്കിലേക്കുള്ള പോക്കാണെന്ന് എങ്ങനെയാണ് സമൂഹത്തോട് പറയുക? ആ തരത്തിൽ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന സമീപനം ശരിയാണോ? ചിന്തിക്കണം നിങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ നിന്ന് നിരവധി ഹദീസുകൾ നിവേദനം ചെയ്ത ഒരു സ്വഹാബിയാണ്. മഹാനവറുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ നിന്ന് കേൾക്കുന്നത് മറക്കുന്നത് കൊണ്ട് അദ്ദേഹം നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറാ, പരിശുദ്ധ തിരുദൂതരെ ഞാൻ അങ്ങയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പം എന്താണ്? ഫഅൻസാഹു, ഞാനത് മറന്നു പോകുന്നു, എനിക്ക് മറവി കൂടുതലാണ്, ഞാൻ അങ്ങനെ മറന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താണ്? അല്ലാ അൻസ, എനിക്ക് താല്പര്യമുണ്ട് ഞാനൊന്നും മറന്നു പോകാതിരിക്കാൻ.
എനിക്ക് എന്നും അത് ഇട്ടത്തോടു കൂടി എന്റെ മനസ്സ് സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. ഫഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഉബ്സുത് റിദാഅക, നിങ്ങളുടെ മുണ്ട് വിരിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള മുണ്ട് വിരിക്കുക. നബി തങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ മറവിക്കുള്ള ചികിത്സ നോക്കൂ നിങ്ങൾ. ഇത് ഹദീസിൽ കൃത്യമായി രേഖപ്പെട്ട കാര്യമല്ലേ? ഹദീസ് നിഷേധിക്കാവതല്ല എന്ന് നേരത്തെയുള്ള പ്രഭാഷണങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു മുണ്ട് വിരിക്കാൻ. ഫബസതഹു, മഹാനവറുകൾ ആ മുണ്ടങ്ങ് വിരിച്ചു കൊടുത്തു. ആ മുണ്ട് വിരിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഫഖദഫ ബിയദിഹി ശരീഫതി മിനൽ ഹവാഇ ഫി റിദാ, ആ വായുമണ്ഡലത്തിൽ നിന്ന് കൈതലത്തിൽ എന്തോ വാരിയിട്ട് ആ മുണ്ടിൽ ഇട്ട് കൊടുത്തു പരിശുദ്ധ പ്രവാചകർ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ നസീതു ഷൈഅൻ ബഅദു, ശേഷം പിന്നെ ഒരു സംഗതിയും ഞാൻ മറന്നു പോയിട്ടില്ല, എനിക്ക് പിന്നെ മറവി എന്ന ആശയം ഉണ്ടായിട്ടില്ല. ഇതൊരു ബറക്കത്താക്കപ്പെട്ട പ്രവർത്തനമാണ്. എന്താണ് വാരിയിട്ടത് കൊടുത്തത് എന്ന് സ്വഹാബത്തിന് പോലും അറിയില്ല. നിങ്ങൾ നോക്കൂ, ഇതുപോലെ എത്ര സംഭവങ്ങൾ. മഹാന്മാരുടെ കറാമത്തുകൾ നിഷേധിച്ചു, ആ കറാമത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് ദീനിന്റെ പുറത്തായി എന്ന് സമൂഹത്തോട് പറഞ്ഞു. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പുറത്തായത് മഹാന്മാരുടെ കറാമത്തിന് അംഗീകരിച്ചു എന്നതുകൊണ്ടാണ്. എത്രയോ സംഭവങ്ങൾ നോക്കൂ നിങ്ങൾ. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു, ആ മഹാൻ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധത്തിന്റെ അടിയുറച്ചു കൊണ്ട് അസ്വദുൽ ഖൻസി വന്നിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വ്യതിചലിച്ചില്ല. ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഉടനെ തന്നെ പിടിച്ചു കെട്ടി തീരെറിയാൻ പറഞ്ഞു. അസ്വദുൽ ഖൻസിയും കിങ്കരന്മാരും ചെയ്ത പ്രവർത്തനം ഫറബത യദൈഹി വരിജ്ലൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും രണ്ട് കൈകളും കെട്ടിപ്പൂട്ടി വളഉ ഫീ മിഖ്ലാഇൻ, ഒരു തെറ്റുവില്ലിനകത്ത് അദ്ദേഹത്തെ വെച്ചു. ആ തെറ്റുവില്ലിൽ വെച്ചുകൊണ്ട് ثم رموه في ألسنة النار ولظاها في ألسنة النار ولظاها, അഗ്നികുണ്ഡം കത്തിച്ചൊലിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു തെറ്റുവില്ല് കൊണ്ട്. അദ്ദേഹം ചെന്നതിൽ വീണു. വീണ സമയത്ത് അദ്ദേഹം അതിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹം അവിടെ ചെന്ന് വീണു. അദ്ദേഹം ഭസ്മമാകുമെന്ന് അവർ കരുതി. പക്ഷേ മഹാനവറുകൾ അവിടെ നിസ്കരിച്ചു. ആ അഗ്നി അദ്ദേഹത്തിന് യാതൊരു കോട്ടവും വരുത്തിയില്ല. മനോഹരമായി അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല ഒരു സദസ്സിലേക്ക് വരുന്നത് കണ്ടപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം ഖലീലില്ലാഹി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത പോലെ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തി ഇതാ എന്റെ മുമ്പിലേക്ക് വരുന്നു. ആ വ്യക്തിയുടെ ഈ വരവ് കാണാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി. അതുവരെ പടച്ചറബ്ബനെ മരിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ വാചകത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തിയത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ ചരിത്ര യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇത് ചെയ്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇത്തരം ബറക്കത്തുകൾ എടുത്തതിന്റെ പേരിൽ ഒരു ഉമ്മത്തിനെ മുഴുവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തിറക്കാൻ കഴിയുമോ? അങ്ങനെയല്ലേ ചെയ്തത്? ഇതിനെതിരെയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വിപ്ലവം തീർത്തത്. വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ, സാമൂഹ്യ വിപ്ലവത്തിലൂടെ. ഇവിടെ പറഞ്ഞു അത്രേ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ്. എത്രയോ സ്ത്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് സമത്വക്ക് മുമ്പിലുണ്ട്. അതുപോലെ തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സംശയമുള്ളവർ സംശയമുണ്ടെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് 1964 കൃത്യതീയതി പറയാം. 1964 ജൂൺ 23 മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പരിശോധിക്കാം. 1964 മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാ സംവിധാനം നടത്തുന്ന സമത്വത്തെ കുറിച്ച്. അത് വിശദമായി വായിച്ചാൽ അവർ സമത്വത്തെ കുറിച്ച് പറഞ്ഞ വാചകം സമത്വക്കാരെഴുതുന്നതിനേക്കാൾ അത്ഭുതകരമാണ്. ഞാനതെ കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ പരിശുദ്ധ ദീനിൽ നിന്ന് വ്യതിചലിച്ച പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റായ മാർഗത്തിലേക്ക് ആരാണ് നയിക്കുന്നത് എന്ന് കൃത്യമല്ലേ? ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സ്ത്രീകളെ ഇങ്ങനെ കൊണ്ടുവന്ന് ജുമുഅ നടത്തുകയും ഇങ്ങനെ പരസ്യമായി സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഈ ഉമ്മത്തിനോട് എന്താ പറഞ്ഞത്? സമയത്തിന്റെ കുറവുണ്ട്, കൃത്യസമയത്ത് അവസാനിപ്പിക്കണമെന്നതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആലിമു ഖുറൈശാണ്. മാത്രമല്ല മഹാനവറുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അതുപോലെയുള്ള ഹദീസുകളും ഒക്കെ കൃത്യമായി ഗുരുപരമ്പരയിലൂടെ വളരെ വേഗത്തിൽ ലഭ്യമാകാൻ പറ്റുന്ന തരത്തിൽ ജീവിച്ചൊരു മഹാനല്ലേ മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ശൈഖുൽ മദീന മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അവിടുത്തെ ഗുരുനാഥൻ ഇമാം നാഫിഅ് തങ്ങൾ. അവിടുത്തെ ഗുരുനാഥൻ ആരായിരിക്കും? നിങ്ങൾ നോക്കൂ. ഏതെങ്കിലും ഒരു സ്വഹാബി മുത്തബി സുന്ന അബ്ദുല്ലാഹി ബിൻ തങ്ങളെ പോലെയുള്ള അത്രയും അടുത്ത് പിന്നീട് പരിശുദ്ധ പ്രവാചകനിൽ നിന്നും ലഭ്യമായ വിവരം വെച്ചുകൊണ്ട് ഇമാമുന ഷാഫി തങ്ങൾ പറയുമ്പോൾ ആ മഹാനുഭാവൻ പറയുന്ന ഇഖ്തിലാഫുൽ ഹദീസിൽ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. ഒരു പള്ളിയിലേക്കും ഒരു സ്ത്രീയും ജുമുഅക്കോ ജമാഅത്തിനോ പോയത് അറിയപ്പെട്ട കാര്യമല്ല.
ആരാധനാ ഉദ്ദേശത്തോടു കൂടി ജുമുഅക്കും ജമാഅത്തിനും പള്ളിയിൽ ഒരു പെണ്ണും പോയിട്ടില്ല. വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ഭാര്യമാര്, അക്കാലത്തെ സേവികമാര്, അവരെ കുറിച്ചൊക്കെ വൃത്തിയായി പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഉണ്ടായിരുന്നിട്ടും പരിശുദ്ധ പ്രവാചകരുടെ ജീവശാസ്ത്രത്തെ കുറിച്ച്, രീതിശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി ബിതിയാനി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ. അങ്ങനെ ഒരു പെണ്ണും പോയതായിട്ട് അറിവില്ല. ആ കാലഘട്ടത്തിലെ പ്രോജ്വല പണ്ഡിതന്മാർ, ഇസ്ലാമിനെ കുറിച്ച് നമ്മളെക്കാൾ അറിയുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉള്ള കാലത്ത് അവരാരും അങ്ങനെ ഒരു കൽപ്പന കൊടുത്തതായിട്ടും അറിയില്ല. എന്നിട്ട് പറയുന്നു, വളരെ കൃത്യമായി പറഞ്ഞു, മിൻ ലൈലിൻ വലാ നഹാർ, പകലും പോയിട്ടില്ല രാത്രിയും പോയിട്ടില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, അതിൽ ശ്രേഷ്ഠതയുണ്ടെന്ന് അവർക്ക് തോന്നുമായിരുന്നുവെങ്കിൽ, അവർക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ, അമറൂഹുന്ന ബിഹി, അവരങ്ങനെ പോകാൻ പറയുമായിരുന്നു. മാത്രമല്ല വഅദിനു ലഹുന്ന ഇലൈഹി, അവർക്ക് അതിലേക്ക് പോകാൻ അവർ സമ്മതം കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ കൃത്യമായി ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ആശയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾ പോലും അതിന്റെ പ്രവർത്തനത്തിന്റെ മഹിമയെക്കുറിച്ചും അതിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തെക്കുറിച്ചും മനോഹരമായി സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തകർ വന്നുകൊണ്ട് യോഗം ചേർന്ന് സമത്വ സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പുറകോട്ട് നയിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുസ്ലിം സമൂഹമോ അല്ലെങ്കിൽ പൊതുസമൂഹമോ സമത്തെ കുറിച്ച് അറിയുന്നവരോ അതൊരിക്കലും സമ്മതിച്ചു തരാൻ പോകുന്നില്ല എന്ന സത്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത ചെയ്ത സേവനത്തിന്റെ ജനാംഗീകാരം. ആ ജനാംഗീകാരം കൊണ്ട് തന്നെയാണ് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഇത്രമാത്രം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു സമ്മേളനം ഇവിടെ നടത്താൻ സാധിച്ചതും ജനാംഗീകാരം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നതും. ആ ആദർശ പ്രവർത്തനത്തിന്റെ മുമ്പിൽ ഇത്തരം സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പ്രവണതകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മഹാന്മാരായ അലിമീങ്ങൾ ആഹ്വാനം ചെയ്യുന്നതിനനുസരിച്ച് സമത്വയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചേറ്റി പ്രവർത്തിക്കുമെന്നതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സമയം ദീർഘിക്കുന്നു, സമയം കൃത്യമായി പാലിക്കേണ്ടത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ കൂടി അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് അവർക്ക് തടസ്സമാകാതിരിക്കാൻ വേണ്ടി മാത്രം അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിനൊപ്പം നിന്നവർക്കൊക്കെ, ഈ മഹാപ്രസ്ഥാനത്തെ നെഞ്ചേറ്റുന്നവർക്കൊക്കെ ഖൈറും ബർക്കത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ മഹത്തായ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ കഠിനാധ്വാനം ചെയ്തുവോ അത് ദഅവത്തിന്റെ മാർഗത്തിലുള്ള ഒരു വലിയ സേവനമായി പടച്ചറ കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.